പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് പറവൂരിൽ നിന്നാണ്. അവിടെ യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശ ബെന്നിയാണ് മരിച്ചത്. പലിശയ്ക്ക് പണമെടുത്തതിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എൻ്റെ മരണകാരണം ഇതാണ് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിവരം നൽകും കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഇതാരാണ് ഇവർക്ക് പണം നൽകുകയും പിന്നീട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി തുടർച്ചയായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്? അതും ആ കുറിപ്പിൽ ഉണ്ടാകുമല്ലോ. വിജയകുമാർ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥ എന്നൊരു വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ആ ഒരു പേര് കൃത്യമായിട്ട് അവർ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കോട്ടുവള്ളി സ്വദേശിയായിട്ടുള്ള മറ്റൊരാളിൽ നിന്ന് തന്നെയാണ് 2022 ഇവരൊരു 10 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങുന്നത്. പിന്നീട് ഇവർ തുക തിരിച്ചു നൽകിയിരുന്നു. എന്നാൽ ഇനിയും കൂടുതൽ തുക നൽകാനുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നിരന്തരമായിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പിന്നീട് ഈ ഭീഷണി അത് അങ്ങേയറ്റമായി കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ റൂറൽ എസ്.പിക്ക് പരാതി നൽകുന്നു. എസ്.പിക്ക് പരാതി നൽകിയതിനു ശേഷം പറവൂർ പോലീസ് ഇവരെ ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നതുമാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഇവർ ഇതിനകത്ത് ഈ ആശാബെന്നി മാത്രം ഒപ്പുവെക്കുകയും മറ്റേ സ്ത്രീ അതിന് ഒപ്പുവെക്കാൻ തയ്യാറായിരുന്നുമില്ല. പിന്നീട് ഈ കുറച്ചു നാളുകൾക്ക് ശേഷം ഈ 4 ദിവസങ്ങൾക്ക് മുൻപ് ആശാബെന്നി ഇതിനു മുൻപും ഒരു ആത്മഹത്യാ പ്രവണത നടത്തിയിരുന്നു. കൈയുടെ ഞരമ്പുകൾ മുറിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പിന്നീട് കുടുംബത്തിലുള്ള ആളുകളെല്ലാം മാറ്റി നിർത്തിയതിനെ തുടർന്നാണ് അന്ന് അവർ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടി ഇവരെ വീട്ടിൽ നിന്നും കാണാതാക്കുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി നിലവിൽ കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്നും എന്റെ മരണത്തിന് എന്നെ നിരന്തരമായിട്ട് പലിശയ്ക്ക് പണം എടുത്തതിനെ തുടർന്ന് എന്റെ വീട്ടിൽ വന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു, എന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എനിക്ക് മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മരണകാരണം ഇതാണ് എന്നും എന്റെ മരണത്തിന് പിന്നിൽ ഇവരാണ് എന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും ഈ വീട്ടിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെങ്കിൽ പോലും അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്നുമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.